നമസ്കാരം രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തനിനാടൻ ഒരു വിഭവമായിട്ടാണ്. ഒരു മെഴുക്കുവരട്ടിയാണ്. നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് പയറുണ്ടല്ലോ, പച്ചപ്പയറും അതുപോലെ തന്നെ നമ്മുടെ വൻപയറും വെച്ചിട്ടാണ്. നമ്മൾ പൊതുവേ അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ അല്ലെ, വെറും പയറിൻ്റെ മെഴുക്കുവരട്ടിയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് വൻപയർ വേണം. അപ്പൊ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച വൻപയറാണ്. ഞാൻ 1/2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ പോവാണ്. കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പൊ നമുക്ക് വെള്ളത്തോടെ ഒഴിക്കാം. നമുക്ക് ഈ വൻപയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ അത്ര മതി, വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പയറാണ്. നമ്മളെ പച്ചപ്പയറുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ 1/4 കിലോ എടുത്തിട്ടുണ്ട്. ഇതിനി കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ മെഴുക്കുവരട്ടിക്കൊക്കെ കട്ട് ചെയ്യുന്നത് അതുപോലെ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പയറ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത്, 5-6 വെളുത്തുള്ളി വേണം. അപ്പൊ വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കട്ടെ. അങ്ങനെ കത്തി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചതച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചതച്ചെടുക്കാം. ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയൊക്കെ മൂത്ത് വന്നിട്ട് ആ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ വൻപയറിൽ ഉപ്പിട്ടതാണ്. അപ്പം ഇതിന് വേണ്ടത് ഇട്ടാൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം, വളരെ കുറച്ച് മതി, ഒരു ടേബിൾ സ്പൂണൊക്കെ മതി, അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പയറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചല്ലേ വെള്ളം വെച്ചിട്ടുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു തുറന്നിട്ട്. അപ്പോൾ ഒരു മെഴുക്കുവരട്ടിയുടെ ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ഇട്ട് കൊടുക്കാം. വെള്ളമുണ്ട്, വെള്ളത്തോടെയാണ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് പകരമായിട്ട് നമുക്ക് ചിരകിയ തേങ്ങ ഇട്ടാലും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. കാരണം ഈ മുളകും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് വൻപയറിനോടും കൂടെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളമുള്ളത് അതും വറ്റി വരണം. നമുക്ക് അടച്ചു വെക്കാം. ഇതെല്ലാം കൂടെ യോജിച്ച് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇതാ വെള്ളവും വറ്റി വന്നു. ഇനി കുറച്ചേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം കൂടെ യോജിച്ച് വരും. അപ്പോൾ നമ്മുടെ പയറും വൻപയറും വെച്ചിട്ടുള്ള തോരൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ പയറും വൻപയറും വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി, അല്ലെങ്കിൽ നമുക്ക് തോരൻ എന്ന് പറയാം, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കോമ്പിനേഷനാണ് ഈ പയറും വൻപയറും എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറിനൊക്കെ കഴിക്കാവുന്നതാണ്, കഞ്ഞിക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ.